മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. രണ്ടു മാസമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് CITU ജില്ലാ കമ്മിറ്റി മെമ്പർ രാജൻ പരുത്തിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. നവംബർ പകുതിയായിട്ടും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ശമ്പളം വിതരണം ചെയ്തിട്ടില്ല. ശമ്പളം മുടങ്ങിയതോടെ ഇത് ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ പ്രയാസത്തിലാണ്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെയും കീഴിൽ നിയമിതരായ 566 താൽക്കാലിക ജീവനക്കാരുടെ വേതനമാണ് മുടങ്ങിയത്. HDSനും കാസ്പിനും കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, സുരക്ഷാ ജീവനക്കാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ECG ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലുള്ളവർക്കാണ് വേതനം മുടങ്ങിയത്. നിരന്തരം ശമ്പളം മുടങ്ങുന്നതിനെതിരെ ജീവനക്കാർ സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടെ സർക്കാർ ഓണക്കാലത്ത് 1.5 കോടി രൂപ ആശുപത്രിക്ക് നൽകിയിരുന്നു. ഇത് അന്നത്തെ കുടിശ്ശിക അടയ്ക്കാൻ പോലും തികഞ്ഞില്ല. ഭക്ഷണമടക്കമുള്ള ദൈനംദിന ചെലവുകൾക്കും യാത്രാക്കൂലിക്കും പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. 500-ൽ പരം ജീവനക്കാർ പങ്കെടുത്ത പരിപാടിയിൽ KGHD SCU മഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി സുബിൻലാൽ സ്വാഗതവും, NGO മെഡിക്കൽ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ശശികുമാർ, KGSNA മെഡിക്കൽ കോളേജ് വിഭാഗം യൂണിറ്റ് അംഗം ജിൻസി എബ്രഹാം, KGHD SCU എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റിജേഷ്, നിത എന്നിവർ സംസാരിച്ചു. സമര കമ്മിറ്റി ചെയർമാൻ സനോജ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.